മഞ്ജരി പരിണൈ ആമ്രബോർ का अर्थ അടുത്ത കുറച്ച് ഭാഗങ്ങൾ. मेरे हर बावलेपन पर कभी खिन्न होकर, कभी अनबोला ढानकर, कभी हंसकर, तुम जो प्यार से अपनी बाहों में कसकर बेसुध कर देते हो, उस सुख को मैं छोड़ूं क्यों? करूँगी, बार बार नादानी करूँगी, तुम्हारी मुहलगी ज़िद्दी नादान मित्र भी तो हूँ ना. आज इस निभृत एकांत में तुमसे दूर पड़ी हूँ और इस प्रगाढ़ अंधकार में तुम्हारे चंदन कसाव के बिना मेरी देहलता के बड़े बड़े गुलाब धीरे धीरे ठीस रहे हैं और दर्द उस लिपि का अर्थ खोल रहा है जो तुमने आम्र मंजरियों के अक्षरों में मेरी मांग पर लिखती थी. आम के बोर की महक तुर्श होती है. तुमने अक्सर मुझ में डूब डूब कर कहा है कि वो मेरी तुर्शी है जिसे तुम मेरे व्यक्तित्व में विशेष रूप से प्यार करते हो. आम का वह पहला बोर मौसम का पहला बोर था, अछूता, ताज़ा, सर्वप्रथम. मैंने कितनी बार तुम में डूब डूब कर कहा है कि मेरे प्राण, मुझे कितना गुमान है कि मैंने तुम्हें जो कुछ दिया है वो सब अछूता था, ताज़ा था, सर्वप्रथम, प्रस्फुटन था. तो क्या तुम्हारे पास की डायरी पर खिली, तुम्हारे कंधों पर झुकी वो आम की ताज़ी क्वारी तुर्श मंजरी में ही थी और तुमने मुझसे ही मेरी मांग भरी थी? मेरे हर बावलेपन पर कभी खिन्न होकर, कभी अनबोला ढानकर, कभी हंसकर, तुम जो प्यार से अपनी बाहों में कसकर बेसुध कर देते हो, उस सुख को मैं छोड़ू क्यों? അപ്പോൾ കഴിഞ്ഞ വരികളുടെ ഒരു കണ്ടിന്യൂവേഷനാണിത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് രാധ കാട്ടുന്ന ചെറിയ ചെറിയ വികൃതികൾ, അല്ലെങ്കിൽ രാധയുടെ ബാവലാപ്പൻ എന്ന് പറയുന്നത് അവളുടെ ആ എന്താ പറയുക ഒരു പൊട്ടത്തരം, അതൊക്കെയാണ് പൊട്ടത്തരം. അപ്പോൾ കുസൃതികൾ, അവളുടെ വികൃതികൾ, പൊട്ടത്തരങ്ങൾ, അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരിക്കലും എന്നിൽ നിന്ന് കളയില്ല എന്നാണ് രാധ പറയുന്നത്. എന്നിലുള്ള ഈ പറയുന്ന ബാവലാപ്പൻ, നട്ഖട്പൻ, ഇതൊന്നും ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ച് കളയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് രാധ പറയുന്നു. മേരെ ഹർ ബാവലാപ്പൻ, ഞാൻ കാണിക്കുന്ന ഓരോ ഭ്രാന്തും, എൻ്റെ ഓരോ പൊട്ടത്തരങ്ങളും, എൻ്റെ വിഡ്ഢിത്തരങ്ങളും കണ്ണൻ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നത്? എൻ്റെ ഇതുവരെയുള്ള ഓരോ വിഡ്ഢിത്തരങ്ങളെയും പൊട്ടത്തരങ്ങളെയും ഒക്കെ കണ്ണൻ എങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് രാധ പറയുന്നു. കൻഹ കഭി ഖിन्न ഹോക്കർ, ചിലപ്പോൾ അത് കണ്ടിട്ട് കണ്ണന് ചിലപ്പോൾ ഖിन्न ഹോത്താ ഹെ, വിഷമം വരാറുണ്ട്. കഭി അൻബോല ഢാൻകർ, അൻബോല എന്ന് പറഞ്ഞാൽ നാ കുച്ച് ബോൾത്തെ ഹുയെ ബെസബാൻ രഹക്കർ ചുപ് രഹക്കർ എന്നാണ്. അപ്പോൾ അൻബോല ഢാന എന്ന് പറഞ്ഞാൽ ദൃഢത സെ ചുപ് രഹന എന്നാണ്. എന്ന് പറഞ്ഞാൽ മിണ്ടാതെ അങ്ങിരിക്കുക, ഒട്ടും മിണ്ടാതെ മൗനമാചരിക്കുക. അപ്പോൾ ചില സമയത്ത് ഞാൻ കാണിക്കുന്ന ഈ പറയുന്ന ബാവലാപ്പൻ ദേഖക്കർ കൃഷ്ണ ഖിन्न होता है, दुखी हो जाता है. कभी कृष्ण चुप रह जाता है और कभी हंसकर, ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടും. ചിലപ്പോൾ ചിരിച്ചുകൊണ്ടാണ് എൻ്റെ വികൃതികളെ, എൻ്റെ മണ്ടത്തരങ്ങളെയൊക്കെ കണ്ണൻ നേരിടുന്ന രീതികളാണ് രാധ പറയുന്നത്. ചിലപ്പോൾ വിഷമിക്കും അത് കാണുമ്പോൾ, ചിലപ്പോൾ മിണ്ടാതിരിക്കും, ചിലപ്പോൾ ചിരിക്കും അത് കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ വാസ്തവത്തിൽ രാധ ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കാട്ടുന്ന ഈ വികൃതികളും എൻ്റെ മണ്ടത്തരങ്ങളും ഒന്നും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് രാധ പറയുന്നു. തും ജോ പ്യാർ സെ അപ്നി ബാഹോ മേ കസ്കർ ബേസുദ് കർ ദേത്തെ ഹോ, ഞാനിതൊക്കെ കാണിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടും ചിലപ്പോൾ മിണ്ടാതിരുന്നു കൊണ്ടും ചിലപ്പോൾ വിഷമിച്ചുമൊക്കെ എന്നെ ചേർത്ത് പിടിക്കുകയാണ് കണ്ണൻ ചെയ്തിട്ടുള്ളത്. കബി ദിയ ബേസുദ് കർ ദേത്തെ ഹോ പ്യാർ സെ അപ്നി ബാഹോ മേ കസ്കർ, എന്നെ സ്നേഹത്തോടെ അപ്നി ബാഹോമേ കസ്ലേത്ത ഹെ കൃഷ്ണൻ എന്താ ചെയ്യുക? എന്നെ സ്നേഹത്തോടെ തൻ്റെ കൈകളിൽ കസ്ന എന്ന് പറഞ്ഞാൽ ആലിംഗന്മേം ഭരണ എന്നാണ്, ആലിംഗനത്തിൽ എന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ കാണിക്കുന്ന എൻ്റെ ഓരോ വികൃതികളെയും കണ്ണൻ സ്നേഹത്തോടു കൂടി എന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുക. ചിലപ്പോൾ മിണ്ടില്ല, ചിലപ്പോൾ വിഷം കാണും, ചിലപ്പോൾ ചിരിക്കും. എങ്ങനെയായാലും അവസാനം, അതിൻ്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് മുझे प्यार से वो कस लेता है, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാറുണ്ട് സ്നേഹത്തോടെ. और मुझे बेसुध कर देते हो, പ്രണയത്തിൽ എന്നെ ബേസുദ് കർ ദേത്തെ ഹോ, ബോധമില്ലാതെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ആ ഒരു ലോകത്തേക്ക് എന്നെ ഇറക്കിക്കൊണ്ട് പോകാറുണ്ടെന്നാണ് ബേസുദ് കർണ എന്ന് പറഞ്ഞാൽ. സുധി
ഖോദേന എന്നാണ് അർത്ഥം. ബോധമില്ലാത്തൊരവസ്ഥ. പ്രണയത്തിൻ്റെ ആ മാസ്മരിക ലോകത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. അത് ഞാൻ ശരിക്കും ആസ്വദിക്കുന്നു. അപ്പോൾ എൻ്റെ ആ നട്ഖട്ട്പൻ അല്ലെങ്കിൽ എൻ്റെ ആ ബാവ്ലാപ്പൻ ഒക്കെ കൊണ്ടാണല്ലോ കണ്ണൻ അതൊക്കെ ആസ്വദിക്കുന്നത്, എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്, എന്നെ പ്രണയത്തിൻ്റെ തീവ്രതയിലേക്ക് കൊണ്ടുപോകുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ എൻ്റെ ഈ ശീലങ്ങളൊന്നും മാറ്റാൻ ഞാൻ തയ്യാറല്ല എന്ന് രാധ പറയുന്നു. സുഖക്കോ മേ ചോടുക്കോ, അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ സുഖത്തെ ഞാൻ എന്തിന് വേണ്ടാന്ന് വെക്കണം. അപ്പോൾ കണ്ണൻ അതിനെയൊക്കെ സ്വീകരിക്കുന്നത് ഒരു സ്നേഹത്തോടുള്ള ചേർത്ത് പിടിക്കലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാട്ടുന്ന ഈ വികൃതികളെ ഒന്നും കളയാൻ, ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. സുഖക്കോ മേ ചോടുക്കോ കരൂങ്കി ബാർ ബാർ നാദാനി കരൂങ്കി. ഇനിയും ഞാൻ ചെയ്യും എന്നാണ്. കരൂങ്കി ഇനിയും ഞാൻ ചെയ്യും, വീണ്ടും വീണ്ടും ബാർ ബാർ നാദാനി കരൂങ്കി. ഇതുപോലെയുള്ള നാദാനി എന്ന് പറഞ്ഞാൽ എന്താ, വളരെ നിഷ്കളങ്കമായ വികൃതികളാണ്, കുസൃതികളാണ്. ഇതുപോലുള്ള കുസൃതികൾ ഞാൻ ഇനിയും ചെയ്യും. തുമാരി മുഹ്ലഗി ജിദ്ദി നാദാൻ മിത്രഭി തോഹുന. ഞാൻ നിൻ്റെ ആരാണെന്നാണ് രാധ പറയുന്നത്. തുമാരി മുഹ്ലഗി, മുഹ്ലഗി ബോൽന എന്ന് പറഞ്ഞാൽ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയുക, ഒരർത്ഥവുമില്ലാതെ എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുക, നോൺ സ്റ്റോപ്പായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, പ്രത്യേകിച്ച് കാര്യമില്ല, അങ്ങനെയുള്ളവരെയാണ് മുഹ്ലഗി എന്ന് പറയുന്നത്. ജിദ്ദി എന്ന് പറഞ്ഞാൽ ഷാഠ്യം കാട്ടുന്നവരെയാണ്. നാദാൻ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത. അപ്പോൾ നിഷ്കളങ്കമായ സ്വഭാവമുള്ള എന്നാൽ ഷാഠ്യക്കാരിയായ, വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് നടക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയല്ലേ ഞാൻ, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്നാണ് രാധ പറയുന്നത്. അപ്പോൾ എൻ്റെ ആ ക്യാരക്ടർ ഇനി മാറ്റാൻ ഞാൻ തയ്യാറല്ല. കാരണം അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് എനിക്ക് സുഖമാണ്, സന്തോഷമാണ്. കണ്ണൻ തന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ആ ശീലങ്ങളൊന്നും ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് രാധ പറയുന്നു. തോ कृष्ण मेरे हर बावलेपन को कभी खिन्नता के साथ, कभी चुप्पी के साथ, कभी हंसते हुए स्वीकार कर लेता है और मुझे प्यार से अपनी बाहों में वो कस लेता है और प्रणय की मास्मरिकता में मुझे बेसुध कर देता है. और इसीलिए ही मैं ऐसे मिलने वाले इस प्रिय प्रणयपूर्वक सुख को जोड़ने के लिए मैं तैयार नहीं हूँ. इसलिए मैं बार बार नादानी आगे भी करूँगी. और क्योंकि मैं तुम्हारी प्रिय मित्र हूँ जो हमेशा मुहलगी ज़िद्दी नादानी करती रहती है. अपने इस आदत को जोड़ने के लिए मैं बिल्कुल भी तैयार नहीं है, क्योंकि उसे मुझे अंतिम रूप में सुख ही सुख मिलती है. आज इस निभृत एकांत में तुमसे दूर पड़ी मैं, और इस प्रगाढ़ अंधकार में तुम्हारे चंदन कसाव के बिना मेरी देहलता के बड़े बड़े गुलाब धीरे धीरे टीस रहे हैं, और दर्द उस लिपि का अर्थ घोल रहा है जो तुमने आम्र मंजरियों के अक्षरों में मेरी मांग पर लिख दी थी. അപ്പോൾ ഇന്നത്തെ രാധയുടെ അവസ്ഥയാണ് രാധ പറയുന്നത്. അപ്പോൾ കണ്ണൻ കൂടെ ഇല്ലല്ലോ, കണ്ണൻ എടുത്തില്ല, രാധ അവിടെ ഒറ്റയ്ക്ക് നിൽപ്പാണ്. അപ്പോൾ ഈ ഏകാന്തതയിൽ, എങ്ങനെയുള്ള ഏകാന്തതയാണ്? നിഭൃത് ഏകാന്തതാണ്. നിഭൃത് എന്ന് പറഞ്ഞാൽ രഹസ്യമയമായ, ചിപാഹുവ അല്ലെങ്കിൽ ഗോപനീയ, ഗുപ്ത് എന്നൊക്കെ പറയുന്നതാണ്. ഇപ്പോൾ രഹസ്യാത്മകമായ അല്ലെങ്കിൽ ഒരു നിഗൂഢത നിറഞ്ഞു നിൽക്കുന്ന ഈ ഏകാന്തതയിൽ, നിഗൂഢത സെ ഭരി ഏകാന്തതാമേ മേ തുംസെ ദൂർ പടി ഹൂം. ഞാൻ നിൻ്റെ അടുത്തല്ല, ഞാനും നീയും തമ്മിൽ ഇപ്പോൾ ഒരുപാട് ദൂരെയാണ്. മേ തുംസെ ദൂർ ഹൂം, നീ എനിക്കൊപ്പം അഭി तुम मेरे पास नहीं है. मैं अत्यंत एकांत में खड़ी हूँ, गुप्त एकांत में खड़ी हूँ. और इस प्रगाढ़ अंधकार में, ഇത്രയും ഗാഠമായ ഈ ഇരുട്ടിൽ, ഇത്രയും ആഴത്തിലുള്ള അല്ലെങ്കിൽ ഈ കൂരിരുട്ടിൽ, അന്ധേരമേം ഈ ഇരുട്ടിൽ, തുമാരെ ചന്ദന കസാവ് കെ ബിന. അപ്പോൾ കണ്ണൻ്റെ ആലിംഗനത്തെ രാധ വിശേഷിപ്പിക്കുന്നത് ചന്ദൻ കസാവ് എന്നാണ്. അതായത് ചന്ദന സുഗന്ധമുള്ള അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെ സുദൃഢതയുള്ള എന്ത് വേണമെങ്കിലും നമുക്കതിനെ ഉപമിക്കാം. കണ്ണൻ്റെ ആ കൈകളെയാണ് പറയുന്നത്. ആ ആലിംഗനത്തിൻ്റെ പ്രത്യേകത ചന്ദനം പോലെയാണ്. മറ്റൊന്നുകൂടി പറയാം, ചന്ദനം അത്രയും തണുപ്പുള്ളതാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്കെടുക്കാം. ചന്ദനം പോലെ ദൃഢമായത് അല്ലെങ്കിൽ ആ ചന്ദനത്തടി പോലെ സുദൃഢമായ കൈകൾ കൊണ്ടുള്ള ആലിംഗനം എന്ന് പറയാം. ചന്ദനത്തിൻ്റെ സുഗന്ധമുള്ള ആലിംഗനം എന്ന് പറയാം. അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ചന്ദനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്രയും തണുപ്പുള്ളതാണ്. അപ്പോൾ ആ ചന്ദന ആലിംഗനം എന്നതുകൊണ്ട് രാധ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാകാം. അതായത് കണ്ണൻ്റെ ആലിംഗനത്തിൽ നിന്ന് അവൾ അനുഭവിക്കുന്ന ആ തണുപ്പ് അല്ലെങ്കിൽ ശാന്തി, സമാധാനം, സന്തോഷം, അതൊക്കെയാണ്. അപ്പോൾ തുമാരേ ചന്ദൻ കസാവ് കെ ബിന, കസാവ് ചേർത്ത് പിടിക്കലാണ് ആലിംഗനം. അപ്പോൾ നിൻ്റെ ഈ ചന്ദൻ കസാവ് കെ ബിന, അതില്ലാതെ, നിൻ്റെ ആലിംഗനമില്ലാതെ,
മേരി ദേഹ് ലതാക്കെ, എൻ്റെ ശരീരമാകുന്ന ഈ ലതയിൽ, എൻ്റെ ശരീരമാകുന്ന ഈ വള്ളിപ്പടർപ്പിൽ നിന്റെ ആലിംഗനമില്ലാതെ. तुम्हारे चंदन कसाव के बिना मेरी देहलता के बड़े बड़े गुलाब धीरे धीरे टीस रहे हैं. അപ്പോൾ നിൻ്റെ ആ തണുപ്പുള്ള ആ ഒരു ആലിംഗനം ലഭിക്കാതെ എൻ്റെ ശരീരമാകുന്ന ഈ വള്ളിപ്പടർപ്പിൽ വിരിഞ്ഞു നിൽക്കുന്ന ബഡേ ബഡേ ഗുലാബ്, വലിയ വലിയ റോസാപ്പൂക്കൾ. അപ്പോൾ അവളുടെ ആ യൗവനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, യൗവനഗ്രസ്തയായ രാധ. അപ്പോൾ എൻ്റെ വലിയ വലിയ ബഡേ ബഡേ ഗുലാബ് കെ ഫൂൽ, ഗുലാബ് കെ ഫൂൽ എന്ന് പറഞ്ഞാൽ റോസാ പുഷ്പങ്ങൾ. അപ്പോൾ യൗവനഗ്രസ്തയായ എൻ്റെ ശരീരം, പൂത്തുലഞ്ഞു നിൽക്കുന്ന എൻ്റെ ശരീരം എന്നുള്ളതാണ് ആ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ശരീരമാകുന്ന വള്ളിപ്പടർപ്പുകളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ റോസാ പുഷ്പങ്ങൾ ധീരെ ധീരെ ടീസ് രഹേ ഹെ. ടീസ് എന്ന് പറയുന്നത് ഉസ്കോ ബഹുത് ദർദ് ഹോ രഹി ഹെ എന്നാണ്. എൻ്റെ ശരീരത്തിന് വല്ലാതെ വേദന എടുക്കുന്നു എന്നാണ്. അതായത് നിൻ്റെ ആലിംഗനം ആഗ്രഹിക്കുന്ന എൻ്റെ ശരീരം അബ് ടീസ് രഹേ ഹെ. ടീസ്ന എന്ന് പറഞ്ഞാൽ എന്താണ്, തീവ്രവേദന, തീവ്ര പീഡ ഹോന എന്നാണ്. തീവ്ര പീഡ ഹോന, രഹ രഹക്കർ, വെറുതെ ഇരുന്നിരുന്ന് വേദന കൂടുന്നു എന്നാണ് രാധ അവിടെ പറയുന്നത്. അതായത് നിൻ്റെ സ്പർശനം ലഭിക്കാതെ എൻ്റെ ശരീരം ടീസ് രഹേ ഹെ, എൻ്റെ ശരീരമാകുന്ന വള്ളിപ്പടർപ്പിൽ റോസാപ്പൂക്കൾക്ക് വേദനിക്കുന്നു. അതായത് യൗവനഗ്രസ്തിയായ എൻ്റെ ശരീരം നിൻ്റെ സ്പർശനം ആഗ്രഹിക്കുന്നു എന്നാണ് കണ്ണനോട് രാധ പറയുന്നത്. തുമാരെ ചന്ദൻ കസാവ് കെ ബിനാ മേരി ദേഹ് ലതാ കെ ബഡേ ബഡേ ഗുലാബ് ധീരെ ധീരെ टीस रहे हैं और दर्द उस लिपि का अर्थ खोल रहा है जो तुमने आम्र मंजरियों के अक्षरों में मेरी मांग पर लिख दी थी. तुमने आम्र मंजरियों के अक्षरों में, അതായത് മാമ്പൂക്കൾ കൊണ്ട് ആമ്ര മഞ്ജരിയോ സേ ഉസേ जो मांग तुमने मेरे माथे पर लगा दी थी. ആ പൂക്കൾ കൊണ്ട് നീ എൻ്റെ നെറുകയിൽ ചാർത്തിയ ആ സിന്ദൂരം, ആ സിന്ദൂരത്തിലെ അക്ഷരങ്ങൾ തൻ്റെ ലിപി തേടുകയാണ്. ആ സിന്ദൂരത്തിലെ അക്ഷരങ്ങൾ ആ ലിപി തേടുകയാണ്. ലിപി എന്ന് പറയുന്നത് അതിൻ്റെ ആ എഴുതുന്ന ശൈലി, അക്ഷരങ്ങളുടെ ആ രീതിയാണല്ലോ. അപ്പോൾ ഹിന്ദിയുടെ തന്നെയാണെങ്കിൽ ദേവനാഗരി ലിപിയാണ്. അതായത് മുകളിൽ ശിരോരേഖയൊക്കെ ഉള്ള ആ ഒരു റൈറ്റിംഗ് സ്റ്റൈലിനെയാണ് നമ്മൾ ലിപി എന്ന് പറയുന്നത്, എഴുത്ത് ശൈലി. ഹിന്ദിയിൽ ഉള്ള ഒരു പ്രത്യേകതയാണല്ലോ മുകളിൽ വരയിടുന്നത്, അതാണ് ശിരോരേഖ. അപ്പോൾ ലിപി എന്ന് പറയുന്നത് ദേവനാഗരിയാണ് ഹിന്ദിയുടെ ലിപി. മുകളിൽ ഇങ്ങനെ വരയിട്ട് എഴുതുന്ന ആ പ്രത്യേക ശൈലിയാണത് ദേവനാഗരി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, എൻ്റെ നെറുകയിൽ നീ ചാർത്തി തന്ന ആ സിന്ദൂരം, അല്ലെങ്കിൽ സിന്ദൂരത്തിന് പകരം ചാർത്തി തന്ന ആ മാമ്പൂക്കൾ, ആ പൂക്കൾ അക്ഷരങ്ങളായി മാറി അതിൻ്റെ അർത്ഥം ഞാൻ തിരയുകയാണ്. അതേത് ലിപിയാണെന്ന് ഞാൻ തേടുകയാണ്. അതായത് നീ ചാർത്തി തന്ന എൻ്റെ നെറുകയിൽ ചാർത്തി തന്ന ആ സിന്ദൂരത്തിൻ്റെ അർത്ഥം ഞാൻ തേടുകയാണ് എന്നാണ് രാധ പറയുന്നത്. और ദർദ് ഉസ് ലിപി കാ അർത്ഥ ഖോൾ രഹാ ഹെ. അപ്പം എന്നെ കൊണ്ടത് തേടിപ്പിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള ദർദ് ഹെ, വേദനയാണ്. ഞാൻ അനുഭവിക്കുന്ന വേദനയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ അർത്ഥം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്ന വിഷമം, കണ്ണൻ അടുത്തില്ലാതെ പോയതുകൊണ്ടും കണ്ണൻ വിളിച്ചപ്പോൾ ഓടി വരാൻ കഴിയാതെ പോയതുകൊണ്ടും ഞാൻ അനുഭവിക്കുന്ന ആ വേദനയുണ്ടല്ലോ, ആ വേദന ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ ചാർത്തി തന്നുപോയ ആ സിന്ദൂരക്കുറിയുടെ അക്ഷരങ്ങളിൽ നിന്ന് അതിൻ്റെ ലിപി തിരയുകയാണ്, അതിൻ്റെ അർത്ഥം തിരയുകയാണ്. നീ എന്താണ് ആ സിന്ദൂരം ചാർത്തിയതിലൂടെ ഉദ്ദേശിച്ചു പോയതെന്ന് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആജ്മേ तुम्हारे पास नहीं है, हम दोनों एक दूसरे से बहुत दूर है और इस तीव्र एकांत में और इस गुप्त गोपनीय एकांत में मैं अकेली घड़ी हूँ और मेरा शरीर जो है, मेरा शरीर लता रूपी मेरा शरीर जो है उसमें बड़े बड़े गुलाब खिले हैं और ये गुलाब तुम्हारे चंदन आलिंगन के बिना टीस रहे हैं, अत्यंत दुखी हो रहे हैं, रह कर तीव्र पीड़ा का अनुभव कर रहे हैं, तुम्हारे आलिंगन का मोह कर रहे हैं और इससे जो दर्द उत्पन्न हो रही है वो अब अर्थ खोज रही है. किसका अर्थ है? आम्र मंजरियों के द्वारा तुमने मुझे माथे पर जो मांग भर दी थी, मेरी मांग जो भर दी थी उसका अर्थ खोज रहा है और उसकी लिपि खोज रही है और मेरे मन में अत्यंत पीड़ा का अनुभव हो रही है. आम के बौर की महक तुर्श होती है. तुमने अक्सर मुझ में डूब कर कहा है
कि वो मेरी तुर्शी है जिसे तुम मेरे व्यक्तित्व में विशेष रूप से प्यार करते हो. ആം കെ ബോർ കി മഹക്ക് തുർഷ് ഹോത്തി ഹെ. ഇനി മാമ്പൂക്കളുടെ ആ ഒരു മഹക്ക് ഗന്ധം എന്ന് പറയുന്നത് കുറച്ച് തുർഷ് ഹെ. തുർഷ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു സോർ സ്മെല്ലുള്ളതെന്നാണ്, ഒരു പുളി ഫീൽ ചെയ്യുന്നതാണ്, ഒട്ടും സ്വീറ്റ് അല്ല. മാമ്പൂക്കളുടെ ഗന്ധം ഒരു എന്താ പറയുക, പുളിപ്പുള്ള എന്ന് നമ്മൾ പറയില്ലേ, അതാണ്. ഖട്ട ഹൊത്തി ഹെ. തുർഷ എന്ന് പറഞ്ഞാൽ ഖട്ട എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഖട്ട അല്പം പുളിപ്പുള്ളത്, അല്ലെങ്കിൽ അസിഡിറ്റിക് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഒട്ടും മാധുര്യമില്ലാത്ത ഒരു ഗന്ധമാണത്. ആ മാമ്പൂക്കളുടെ ഗന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. തുർഷ് എന്ന് പറയുന്നത് ഖട്ട എന്നാണ് അർത്ഥം. ഖട്ട അല്ലെങ്കിൽ പുളിയുള്ളത്. തുംനെ അക്സർ മുജ്മേം ഡൂബ് ഡൂബ് കർ കഹാ ഹെ कि वो मेरी തുർഷി है जिसे तुम मेरे व्यक्तित्व में विशेष रूप से प्यार करते हो. കണ്ണൻ എപ്പോഴും മുജ്മേം ഡൂബ് ഡൂബ് കർ, എന്നിൽ അലിഞ്ഞു ചേരുന്ന സമയങ്ങളിലെല്ലാം കണ്ണൻ പറയാറുണ്ട്. ജബ് വേ മുജ്മേം ഡൂബ് ജാതെ. ഡൂബ്ന എന്ന് പറഞ്ഞാൽ മുങ്ങിത്താഴുക. അതായത് രാധയുടെ മനസ്സിനെ അടുത്തറിയുന്ന നിമിഷങ്ങളിലെല്ലാം, രാധയെ കൂടുതൽ അടുത്തറിയുന്ന നിമിഷങ്ങളിലെല്ലാം കണ്ണൻ പറയാറുണ്ട്, എനിക്ക് നിൻ്റെ ഈ ചവർപ്പാണിഷ്ടം, എനിക്ക് നിന്നിലുള്ള മാധുര്യമല്ല, നിൻ്റെ ഈ ചവർപ്പാണ് എനിക്ക് ഇഷ്ടമെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ രാധയുടെ സ്വഭാവത്തിലുള്ള ചില വിശേഷതകൾ രാധ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നട്ഖടി ഹേ, ബാവ്ലി ഹേ, ബഹുതധിക് ബോൽനെ വാലി ഹേ, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ കണ്ണൻ ഇഷ്ടവും അതേ സ്വഭാവം തന്നെയാണ്. അതാണ് അവിടെ പറയുന്നത്. ആം കെ ബോർ കി മഹക് കെ സമാൻ ഹേ രാധാ കാ വ്യക്തിത്വ. രാധയുടെ സ്വഭാവം അതുപോലെ തന്നെയാണ്. മാധുര്യമുള്ള ഒരു ക്യാരക്ടറല്ല രാധയുടേത്, അത് കുറച്ച് ഖട്ടാ ഹേ, അല്പം പുളിപ്പുള്ളതാണ്. അപ്പോൾ ആം കെ ബോർ കി മഹക്ക് തുർഷ് ഹോത്തി ഹെ और तुमने अक्सर मुझमें डूब डूब कर कहा है. എന്നിൽ ആഴ്ന്നിറങ്ങുന്ന ഓരോ നിമിഷങ്ങളിലും, എൻ്റെ മനസ്സിനെ അടുത്തറിയുന്ന ഓരോ നിമിഷങ്ങളിലും കണ്ണൻ പറയാറുണ്ട്, മേരി തുർഷി ഹെ ജിസേ തും മേരെ വ്യക്തിത്വമേയും വിശേഷ രൂപ സെ പ്യാർ കർത്തെ ഹോ. എൻ്റെ വ്യക്തിത്വത്തിൽ, എൻ്റെ ക്യാരക്ടറിൽ നിനക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഈ തുർഷീപ്പൻ ഹെ. തുർഷീപ്പൻ എന്ന് പറഞ്ഞാൽ ഘട്ടാപ്പൻ എന്നാണ്. കുറച്ച് സോറായിട്ടുള്ള ആ ഒരു എൻ്റെ ക്യാരക്ടറാണ് നിനക്ക് ഇഷ്ടം എന്ന്. പുളിപ്പുള്ള, അതായത് ഭയങ്കര മാധുര്യമുള്ള, വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമല്ല രാധയുടേത്. അത് കുറച്ച് പുളിപ്പുള്ളതാണ്, കുറച്ച് വികൃതി, കുറച്ച് നോട്ടി ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് പറഞ്ഞു. ബാവ്ലി ഹെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെയൊക്കെ ചേർത്തിട്ടാണ് ഈ തുർഷീപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണൻ എൻ്റെ ആ ഒരു ക്യാരക്ടറാണ്, തുർഷീപ്പൻ അല്ലെങ്കിൽ ഘട്ടാപ്പനാണ് ഏറ്റവും ഇഷ്ടം എന്ന് കൈ ബാർ കഹാ ഹെ. തോ ആം കെ ബോർ എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. മാധുര്യമുള്ള ഒരു ഗന്ധമല്ലത്, അതെന്ന് പറയുന്നത് കുറച്ച് പുളിപ്പുള്ള ഒരു ഗന്ധമാണ്. ആം കെ ബോർ കോ ബി ഉസ്കാ ബി മഹക്ക്, അതിൻ്റെ ഗന്ധവും അതുപോലെ തന്നെയാണല്ലോ. അപ്പോൾ तो कृष्ण ने कई बार मुझसे कहा है कि मेरे व्यक्तित्व में मुझे मेरा यह खट्टापन ही बहुत अधिक पसंद है, जैसे आम के बोर की महक. आम के बोर की महक भी खट्टा होती है, उसी तरह राधा के व्यक्तित्व में भी कृष्ण को अधिक पसंद वो तुर्शीपन यानी खट्टापन ही है. आम का वह पहला बोर मौसम का पहला बोर था, अछूता ताज़ा सर्वप्रथम. അപ്പോൾ ആ മാമ്പൂക്കൾ, കണ്ണൻ കൊഴിച്ച് കളഞ്ഞു പോയ ആ മാമ്പൂക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ മാമ്പൂക്കൾ മൗസം കാ പെഹ്ലാ ബോർ ഥാ, ഈ സീസണിലെ ആദ്യത്തെ മാമ്പൂക്കളായിരുന്നു. ആദ്യമായി പിടിച്ച പൂക്കളാണ് കണ്ണൻ കൊഴിച്ചു പോയത്. അതായത് രാധയുടെ നെറുകയിൽ ചാർത്തിപ്പോയതെന്ന് പറയുന്നത് ഈ സീസണിൽ പിടിച്ച ആദ്യത്തേതെന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. ആദ്യത്തെ പൂക്കളെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കാത്തിരുന്ന് കിട്ടുന്ന ആ പൂക്കളാണ്. അപ്പോൾ മൗസം കാ പെഹ്ലാ ബോർ ഥാ ആം കാ വോ പെഹ്ലാ ബോർ. അപ്പോൾ ആ മാമ്പൂക്കൾ, കണ്ണൻ കൊഴിച്ചു പോയ മാമ്പൂക്കൾ എന്ന് പറയുന്നത് ഈ ഒരു സീസണിലെ ആദ്യത്തെ പൂക്കളായിരുന്നു. അച്ചൂത എന്ന് പറഞ്ഞാൽ ആരും സ്പർശിക്കാത്തത്, താസ ഫ്രഷായത്, സർവപ്രഥം ഏറ്റവും ആദ്യത്തേത്. അങ്ങനെയുള്ള ഏറ്റവും ഫ്രഷായിട്ടുള്ള പൂക്കളായിരുന്നു കണ്ണൻ എൻ്റെ നെറുകയിൽ ചാർത്താൻ വേണ്ടി സെലക്ട് ചെയ്തത്. മേനെ കിത്തനി ബാർ തുമ്മയും ഡൂബ് ഡൂബ് കർ കഹാ ഹേ. നിന്നിൽ അലിഞ്ഞു ചേരുന്ന ഓരോ നിമിഷങ്ങളിലും ഞാൻ എത്രയോ തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. മേനെ കിത്തനി ബാർ കഹാ ഹേ, എത്രയോ തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. തുമ്മയും ഡൂബ് ഡൂബ് കർ, നിന്നിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷങ്ങളിൽ, നിന്റെ മനസ്സിനെ അടുത്തറിയുന്ന നിമിഷങ്ങളിൽ ഞാൻ എത്രയോ തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. കി മേരെ പ്രാൺ, എൻ്റെ പ്രാണനെ, മുझे കിतना ഗുമാൻ ഹേ. ഗുമാൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുझे എന്താ പറയുക, അഭിമാനം അല്ലെങ്കിൽ ഒരു അഹങ്കാരമൊക്കെയാണ്. ഘമണ്ട് യാ അഭിമാൻ, എനിക്ക് കുറച്ച് അഹങ്കാരം തന്നെയുണ്ട്. എന്തിനാണ്? कि मैंने तुझे जो कुछ दिया है वो सब अछूता था, ताज़ा था, सर्वप्रथम प्रस्फुटन था. രാധ കണ്ണനോട് പലതവണ പറഞ്ഞിട്ടുണ്ട്,
എൻ്റേത് നിന്നോടുള്ള പ്രണയം, എനിക്ക് നിന്നോടുള്ള പ്രണയം എൻ്റെ ആദ്യത്തെ പ്രണയമാണെന്നാണ്. ഞാൻ നിന്നെയാണ് ആദ്യമായി പ്രണയിച്ചിട്ടുള്ളത് എന്ന് രാധ എത്രയോ തവണ കണ്ണനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അവിടെ പറയുന്നത്. മേനെ ജോ കുച്ച് ദിയാ ഹൈ, നിനക്ക് ഞാൻ തന്നിട്ടുള്ളതെല്ലാം, ഞാൻ നിനക്ക് തന്നിട്ടുള്ള എൻ്റെ എല്ലാം എൻ്റെ പ്രണയം അതെന്ന് പറയുന്നത് സബ് അഛൂതാ ഹേ. അഛൂത എന്ന് പറഞ്ഞാൽ മറ്റാരും സ്പർശിക്കാത്തതാണ്. എൻ്റെ പ്രണയം വളരെ ദിവ്യമായ ഒന്നാണ്, മറ്റാരും സ്പർശിക്കാതിരുന്ന പ്രണയമാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ ആദ്യത്തെ പ്രണയം കണ്ണനാണെന്നാണ്. താസാധ, വളരെ ഫ്രഷാണ്. സർവപ്രഥം പ്രസ്ഫുടന്ത, എന്നിൽ ആദ്യമായി പ്രസ്ഫുടിത് ഹുവാ ഹെ. പ്രസ്ഫുടിത് പറഞ്ഞാൽ എന്നിൽ ആദ്യമായി വിടർന്നതാണ്. ഖിൽന എന്നാണ് പ്രസ്ഫുടൻ്റെ അർത്ഥം. ഖിൽന യാനി പ്രകട് ഹോന എന്നൊക്കെയാണ് പ്രസ്ഫുടൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിൽ ആദ്യമായി വിരിഞ്ഞ പ്രണയം, അതാണ് എനിക്ക് നിന്നോടുള്ളത്. ഓ താസാ ഹെ അഛൂതാ ഹെ എന്ന് പറഞ്ഞാൽ മറ്റാരോടും തോന്നാത്ത ഒരു പ്രണയമാണ് എനിക്ക് കണ്ണനോട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ആ പ്രണയം അത്രയും സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ കണ്ണൻ എനിക്കായി തിരഞ്ഞെടുത്ത പൂക്കളും അത്രയും സ്പെഷ്യലാണ്, അത്രയും താസാ ഹെ, അത്രയും ഫ്രഷാണ്. അഛൂതാ ഹെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വിരിഞ്ഞ ആ പൂക്കളാണ്, ആരും തൊടാത്ത പൂക്കളാണ് കണ്ണൻ എനിക്ക് വേണ്ടി ചൂസ് ചെയ്തത്. അപ്പോൾ അതിലൊക്കെ രാധ അർത്ഥം കണ്ടെത്തുകയാണ്, അതിലെല്ലാം അർത്ഥം കണ്ടെത്തുകയാണ് രാധ. അപ്പോൾ എന്താണ് നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്നതാണല്ലോ ആംകാ ബോർക്ക അർത്ഥ്, ആ മാമ്പൂക്കളുടെ അർത്ഥം, അതാണ് രാധയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ പൂക്കൾ തന്നെ എനിക്ക് വേണ്ടി കണ്ണൻ ചൂസ് ചെയ്തതെന്നാണ് രാധ പറയുന്നത്. അതായത് എൻ്റേത് കണ്ണനോടുള്ള ആദ്യത്തെ പ്രണയമായിരുന്നു, മറ്റാരോടും തോന്നാത്ത പ്രണയമായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൻ എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പൂക്കളും അത്ര തന്നെ ഫ്രഷായിരുന്നു, പുതുമയുള്ളതായിരുന്നു. तो आम का वो बर पहला था मेरे माथे पर लगाने के लिए, तूने जो आम का बोर चुना है वो इस मौसम का पहला फूल था और वो ताज़ा भी है, अछूता है और सर्वप्रथम भी है. मैंने कई बार गहरे प्यार के क्षणों में कृष्ण से कहा है कि मुझे बहुत अधिक घमंड होती है, यानी अभिमान होती है कि मैंने जो कुछ भी दिया है, यानी मेरा जो भी प्रणय है तुमसे, वो सब अछूता ताज़ा और मेरे अंदर सबसे पहले प्रस्फुटित हुई है वो प्रणय, यानी मेरे मन में सर्वप्रथम खिली हुई है मुझे तुम्हारे साथ जो प्रणय है वो. അതിൽ എനിക്ക് വളരെ അഭിമാനമോ അഹങ്കാരമോ ഉണ്ടെന്നാണ്, ഗർവുണ്ടെന്നാണ് രാധ പറയുന്നത്. മുझे उसमें बहुत गुमान है, गुमान है माने अभिमान है, यानी मुझे उसमें घमंड है, ഒരു അഹങ്കാരം തന്നെ എനിക്കതിൽ ഉണ്ടെന്ന് രാധ പറയുന്നു. तो क्या तुम्हारे पास की डार पर घिली, तुम्हारे कंधों पर झुकी, वो आम की ताज़ी क्वारी तुर्श मंजरी में ही थी, और तुमने मुझसे ही मेरी मांग भरी थी. അപ്പോൾ ആ മാമ്പൂക്കളുടെ അർത്ഥം രാധ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മാമ്പൂക്കൾ എന്തായിരിക്കുമെന്ന് രാധ പറയുന്നു. तो क्या तुम्हारे पास की डार पर घिली, നിൻ്റെ അടുത്ത് നിന്ന ആ ഡാർ എന്ന് പറഞ്ഞാൽ ഡാലിയാണ്, ശിഖരം, ആ മാവിൻ്റെ ശിഖരത്തിൽ ഘിലി വിരിഞ്ഞ, തുമാരെ കന്ധോം പർ ചുഖി, നിൻ്റെ ഷോൾഡറിനൊപ്പം താണു നിന്ന ആ ചില്ല, നിൻ്റെ തോളിലേക്ക് ചാഞ്ഞു നിന്ന ആ ചില്ല, മാവിൻ്റെ ചില്ല, കന്ധോം പർ ചുക്കി, നിൻ്റെ തോളിലേക്ക് ചുക്കി, ചുകുന എന്ന് പറഞ്ഞാൽ കുനിഞ്ഞത്, അപ്പം നിൻ്റെ തോളിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന ആ ചില്ലയിൽ നിന്ന് നീ എനിക്ക് വേണ്ടി എന്ത് തിരഞ്ഞെടുത്തു? മാമ്പൂക്കൾ തിരഞ്ഞെടുത്തു. ഓ ആം കി താസി, ആ മാവിൻ്റെ വളരെ താസി ഫ്രഷായ കുവാരി, കുവാരി എന്ന് പറഞ്ഞാൽ എന്താണ്, രാധയെപ്പോലെ, രാധ കുവാരി ഹെ എന്ന് പറഞ്ഞിരുന്നുവല്ലോ. അതായത് കണ്ണൻ ആ നെറുകയിൽ സിന്ദൂരം ചാർത്തി പോകുന്നത് വരെയും അപ്പനെ അപ്പോ വോ കുമാരി മാൻതി ഹെ.
तो क्या तुम्हारे पास की डार पर घिली, तुम्हारे कंधों पर चुकी, वो आम की ताज़ी क्वारी തുർഷ് മഞ്ജരി में ही थी. അപ്പോൾ നിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ആ ചില്ലയിൽ വിരിഞ്ഞ, തുമാരെ കന്ധോം പർ ചുക്കി, നിന്റെ തോളിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന, വോ ആം കി താസി ക്വാരി തുർഷ് മഞ്ജരി में ही थी. ആ മാമ്പൂക്കളുടെ പ്രത്യേകത പറയുന്നു, വോ താസി ഹെ, കുവാരി ഹെ, और തുർഷ് ഹെ. തുർഷ് നേരത്തെ വന്നതാണ്. എന്താണ് തുർഷ് എന്ന് പറഞ്ഞാൽ? കുറച്ച് പുളിയുള്ള ആ മാമ്പൂക്കൾ, പുളിയുള്ള കുവാരി താസി ആയിട്ടുള്ള ആ മാമ്പൂക്കൾ ഞാൻ തന്നെയായിരുന്നോ? ക്യാ മേഹി ഥി, ആ പൂക്കൾ ഞാൻ തന്നെയായിരുന്നോ കണ്ണ? और तुमने मुझसे ही मेरी मांग भरी थी. ആ പൂക്കൾ ഞാൻ തന്നെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ നെറുകയിൽ ചാർത്താൻ നീ തിരഞ്ഞെടുത്തത് എന്നെ തന്നെയാണെന്നല്ലേ? അതായത് ആ മാമ്പൂക്കൾ ഞാൻ തന്നെയാണ്, ആ പൂക്കൾ കൊണ്ട് തന്നെ നീ എന്ത് ചെയ്തു? എൻ്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തുകയും ചെയ്തു. അതായത് തുമ്നെ മുझसे ही मेरी मांग भरी थी. മേരി മാങ്ക് തുമ്നെ മുझसे ही भरी, എന്നെ കൊണ്ട് തന്നെ എൻ്റെ നെറുകയിലെ ആ സിന്ദൂരം ചാർത്തിച്ചുവോ എന്നാണ് കണ്ണനോട് രാധ ചോദിക്കുന്നത്. മുझसे ही मेरी मांग भरी, എൻ്റെ മാങ്ക് ഭർനെ കെ ലിയെ, എൻ്റെ നെറുകയിൽ ചാർത്തുന്നതിനായി നീ തിരഞ്ഞെടുത്ത മാമ്പൂക്കളും ഞാൻ തന്നെയല്ലേ? അപ്പോൾ രാധ കൺക്ലൂഡ് ചെയ്ത് വരുന്നത് ആ മാമ്പൂക്കളുടെ അർത്ഥം രാധ എന്ന് തന്നെയാണ്. ആ പൂക്കൾ ഞാൻ തന്നെയാണ് എന്നാണ് രാധ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനി കുറച്ച് വരികൾ കൂടിയുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം.